ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പു. ആ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കെ. അപ്പോൾ അതിൽ ആക്ച്വലി അതല്ലായിരുന്നു അപ്പുവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാധനം തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ സാധനം ഇവിടെ കൊണ്ടുവന്നാൽ നമ്മളെ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നാൽ എനിക്ക് നോക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആവോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ കൊണ്ടുവന്ന് ചിലപ്പം തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതൊരു വിനയാവണമില്ല. ആ സാധനത്തിന് നമുക്ക് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണ ദ്രോഹമാണ്. നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാധനത്തിനെ ഒന്നും നമ്മളെ ലൈഫിലോട്ട് എടുക്കരുത്. ഇപ്പം ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, എന്ത് പെറ്റ്സ് എന്തായാലും ആയിക്കോട്ടെ, ഇൻ കേസ് ഇനി എന്തെങ്കിലും റിലേഷൻ ആയിക്കോട്ടെ, ഒരു മനുഷ്യനായിക്കോട്ടെ, നമുക്ക് നോക്കാൻ പറ്റാത്തൊന്നും നമ്മളെ ലൈഫിലോട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി അപ്പു വേറെ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നമ്മളിവിടെ ഒരു സ്ഥലം എന്താണ് ഞാൻ കൊണ്ടുവന്നിട്ട് പറയാം. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു മീൻസ് അവിടെ എടുത്ത് വച്ചേക്കാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പു പോയിട്ടുണ്ടേ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പരിപാടിയിൽ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്തോട്ട് വരാൻ പോകുന്നത്. സോ അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. എനിക്കറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനത്തെ ഒരു സാധനത്തിൽ തൊടാൻ പോകുന്നത് തന്നെ. മീൻസ് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിക്കോളം വിചാരിക്കുന്നു. അപ്പോൾ ആ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി അപ്പു ചോദിച്ചിവിടെ ഓക്കെയാണ്. അപ്പം അമ്മയ്ക്കൊന്നും വലിയ സീനില്ല, എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നോക്കാം. ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ഉച്ചമയക്കത്തിലാണ് അവരൊക്കെ. അപ്പു എവിടെ പോണേന്നറിയാമോ? അല്ല, വേറൊരാളെയും കൂടെ കൊണ്ടുവരും. വരമ്പ അപ്പു എന്നാലും ഇവിടെ പറഞ്ഞില്ലേ അമ്മ? ഇല്ല, ഓസ്കാർ അവനെ പൂച്ച ഗൈസ് എന്താണെന്നറിയോ, ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് അവർ ഗിഫ്റ്റായിട്ട് തരണമെന്ന് എനിക്കൊരു പേർഷ്യൻ ക്യാറ്റിന്. പക്ഷെ എൻ്റെ അമ്മയുടെ മുഖം ആലോചിച്ചിട്ട് നോ പറഞ്ഞു ഗൈസ്. അപ്പം നമ്മളിതാ ചപ്പൂപ്പം പോയിട്ട് കൊണ്ടുവരും. ആണാണ്. അപ്പം അവന് വേണ്ടിയിട്ട് വെയിറ്റിങ്. പേര് ഞാൻ മനസ്സിൽ കണ്ട ഉടനെ എൻ്റെ വായിലൊരു പേര് വന്ന്. എനിക്ക് സാധാരണ വെച്ചാൽ ഞാൻ പൂച്ചയായാലും എന്തായാലും എനിക്ക് കണ്ട ഉടനെ എൻ്റെ പേര് വരും. അപ്പം ഞാൻ എൻ്റെ വായിലൊരു പേര് വരും. അപ്പം എല്ലാവർക്കും ഞാൻ പേരാണെന്നത്. ഇവിടെ അങ്ങനെ ആരും പേരിടാനൊന്നും ഇങ്ങനെ ഒരു പ്രയോറിറ്റി ഒന്നും കാണിക്കില്ല. ഞാൻ പിന്നെ അങ്ങ് ഇടും. കാരണം എനിക്ക് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഗൈസ് അവന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അവൻ വരുമ്പം കാണും. എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചില്ലേ നമ്മൾ പോളോ എവിടെയെന്ന്. പോളോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. സംഭവിച്ചാൽ പോളോയ്ക്ക് വയ്യാതായി മീൻസ് അവന് അവൻ്റെ വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞ് വയ്യാതായി. കാരണം ഭയങ്കര അക്രമമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബഹളം. കണ്ട അച്ചു വരരുതേ, അച്ഛനകത്തിട്ട് ഇതാണ് ബഹളം. അപ്പം ഭയങ്കര ഒരു ടൈപ്പ് ഹൈപ്പർ ആക്റ്റീവാണ് അവൻ. ഒരു ടൈപ്പ് എന്നല്ല, കുറച്ചധികം ടൈപ്പ് ഹൈപ്പർ ആക്റ്റീവാണ് ഗൈസ് അവൻ. ഉണ്ടോ? കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എവിടെ കിടന്നാലും കടിച്ച് ഇവിടെ കൊണ്ടുവരണം. ഉണ്ടാ ഇത് അഴുക്ക കുറേ സാധനങ്ങൾ കടിച്ചാണ്ട് ചെരുപ്പം കൊണ്ടിട്ടേക്കണണ്ട. ഇത് 1-2 ദിവസത്തെ പരിപാടിയാണ് ഇങ്ങനെ എവിടെ കിടന്നാലും കൊണ്ടുവന്ന് ഇടണത്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ചില സമയത്ത് എന്നെ പോലെ തന്നെ. പ്രത്യേകിച്ചൊന്നും പറയാൻ കൊണ്ട് ഇങ്ങനെ കാണിക്കണണ്ട. അപ്പം എന്തൊക്കെ കാണിക്കുന്നത് അവന് എന്നെ അറിഞ്ഞൂടാ. പോളോ ബാ 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 പോളോ സിറ്റ് പോളോ സിറ്റ് ഗുഡ് ബോയ്. എന്നിടയ്ക്ക് എന്തൊരു ചോറി വന്നു. കറക്റ്റ് എന്നെ പോലെയാണ്. ഭയങ്കര വെപ്പറാളുണ്ട്. പോളോ സിറ്റ് പോളോ സിറ്റ് ഓ സിറ്റ് കയറി കിടന്നോ ഗൈസ്? എങ്ങനെയുണ്ട്? അത്യുത്തമൻ. അറിയാതെ പോലും ആരും ഗേറ്റ് തുറന്ന് വരരുത്, കടിച്ച് പറിക്കും. അങ്ങനത്തെ സ്വഭാവമാണ്. നമ്മളടുത്ത് മാത്രമേ ഇതുള്ളൂ, ബാക്കി ആരായിട്ടും ഇണക്കമില്ല. പക്ഷെ അച്ചു നേരെ തിരിച്ചാണ്. അച്ഛന് ഇണക്കമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ വേറൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ കടിച്ച് പറിച്ചോളി. ഓക്കെ. അപ്പോൾ പോളോ ചോദിച്ചില്ലേ, പോളോ ഇവിടെ ഉണ്ട്, അച്ചു ഇവിടെ ഉണ്ട്, ഞങ്ങളെ പൂച്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരാൾ പ്രസവിച്ചു. ഇനി ഞാൻ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, വന്നിട്ട് കാണാം. സർപ്രൈസ് ഗൈസ്. ഇതാണ് നമ്മളെ കുഞ്ഞാത്തോള്. റീസെൻ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കണം. കാരണം അപ്പം ക്രാക്ക് കയറി കുട്ടികളെയും കടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ആ കുട്ടികളെ മണ്ടയിൽ കൂടെ കയറി കിടന്ന് ഉല്ലാസം കണ്ടെത്തുക. അതാണ് എൻ്റെ കുട്ടിയുടെ പരിപാടി. ഇപ്പം ഈ വരിക എന്തിരുന്ന ഒരു ചോറ് തുറന്ന എൻ്റെ മണം
അതാണ് ഇങ്ങനെ ഒരു ഇത്. നമ്മൾ സ്കൂളിൽ പോകാൻ പോണ്. നമ്മൾ പൂച്ചക്കുട്ടിയാണ്. പൂച്ച സാറുണ്ട്. അമ്മച്ചോ ഇങ്ങിപ്പോനെ അമ്മ തുറന്നുകൂടാ. ഇത് നല്ലതാണ്. ഞാൻ മെയിനായിട്ട് എൻ്റെ മുട്ടാപ്പൂന് വാങ്ങിച്ചതാണ്. അവനമ്മ പമ്മ് കിഴങ്ങാതാരണം. അത് അങ്ങനെ അങ്ങ് ഇരുന്നോളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ആളെത്തി. ഞാൻ കണ്ണടയ്ക്കട്ടാ. നിങ്ങളും കണ്ണടച്ചോ? എന്നാലും ഈ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണ്ടാമൃഗോ. ശരി, ഞാൻ സൂവാ നടത്തണം. അയ്യോ അപ്പൂട്ട, ഇതെന്തൊരു ലുമ്പിയാ. ഇതാണ് നമ്മളുടെ അതിഥി പുതിയ. പേരെന്തരെന്നറിയോ? കിട്ടുണ്ണി. കിട്ടുണ്ണി. അപ്പൊ സൗണ്ട് ഉണ്ടാക്കല്ല. ഇതെങ്ങനാണ് ആ പെണ്ണാണെന്ന് അറിയണ? കിട്ടുണ്ണി. ഓ അപ്പു. അപ്പു അപ്പു പറ്റൂല. നമുക്കിത് എവിടെ നിന്നറിയോ? ഇവിടെ പെറ്റ് വേൾഡ്, അതായത് ഞങ്ങളുടെ ഇവിടെ അടുത്താണ് ഇവിടെ ആന്നാണ് പെറ്റ് വേൾഡ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ മിട്ടാപ്പുണി ഞങ്ങളുടെ പേർഷ്യനെയൊക്കെ എടുത്തത്. വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് പേർഷ്യൻ എന്നാ പറയുന്നത്. ഇപ്പൊ അമ്മേരെയൊക്കെ മുഖം ആലോചിച്ചപ്പറ്റി വേണ്ടാന്ന് പറഞ്ഞു. ഇതാകുമ്പോ എവനാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇതിന് ഇനി രോമം വരുവോ? ഇത്ര തന്നെ. ഇനി ചിലപ്പോ ഈ തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ടെ. അയ്യോ, പുതിയ തൂവല് മുട്ടപ്പെൺകൊണ്ടാവൂല്ലേ? ഈ മുടി ഇവർക്കൊക്കെ മുടി കൊഴിഞ്ഞിട്ട് രണ്ടാമത് പൊടിച്ചു വരുമല്ലോ. കിട്ടുണ്ണി കിട്ടുണ്ണി. ഇതാണ് കിട്ടുണ്ണീരെ വീടിനി. അപ്പൂട്ട് നമുക്ക് എങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? ചിലപ്പം കൊത്തുവാ തന്നെ. ഈ അക്രമാസക്തരം നമുക്ക് വേണ്ടെങ്കിൽ സംഭവം ഇതിന് പഴമൊക്കെ ഇല്ലേ കൊടുക്കണം? ആപ്പിള് തന്നെ. ഞാൻ പൂച്ച വളർത്തിയിട്ടുണ്ട്, പട്ടി ഉണ്ടായിട്ടുണ്ട്, വേറെ അങ്ങനെ നമുക്കൊന്നുമില്ല. കിളി ആദ്യമായിട്ടാണ്. അമ്മ ഇതിനെ തുറന്നു വിട്ടാലും ഇത് അപ്പൊ ഇതിന് പെരുവണപ്പൂ നല്ല ചുണ്ട് നല്ല നീളടമ്മ. മിക്കവാറും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് കുത്തും. അപ്പൊ നോക്ക്, ഇവിടെയൊക്കെ ഓറഞ്ച് പ്രിന്റ്. ഇതിന്റെ ഫുൾ ഒറ്റ കളറുള്ളതൊക്കെ ഉണ്ട്. ഫുൾ യെല്ലോ. അവ ഒന്നും മിണ്ടാത്ത 2 ദിവസം കഴിയും കൊടുത്ത് ഇവനാണ് കോക്ടെയിൽ ആണെന്ന് എനിക്ക് അറിയായിരുന്നു. കോക്ടെയിൽ ഇങ്ങനെ ഒരു കിളിയെ കുറിച്ച് എനിക്കറിയണ്ട. അപ്പൊ ഒരിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കോക്ടെയിൽ ആരും പറഞ്ഞു. അപ്പൊ ഈ അപ്പു ഇതാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ ആദ്യം ഇരുന്നത് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആദ്യം തന്നില്ല? ചിലപ്പോ ഇവിടെ എല്ലാവർക്കും ഓക്കെ അല്ലാന്ന് വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ചു. ആ ഓക്കെ ഏത് മുഖം ആരെന്നറിയോ? ഞാൻ നോക്കൂല ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നാളെ ഇവിടെയൊക്കെ കയറിയിരിക്കും. ഇവിടെ തോളി ഇരുന്ന് ഇവര് പിന്നെന്തിന് കിട്ടുണ്ണി. ഇതാണ്. അപ്പോട്ട് ഇതെങ്ങനെ ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റൂലല്ലേ? ഓ അവന് പേടിയാണ് കേട്ടാ. അവന് പേടിയാവണ്. അവന്റെ തലയിൽ ഈ രോമ സ്പൈക്ക് പോലെ എണീറ്റിരിക്കണേണാ. അപ്പൊ എല്ലാ ബ്രീഡിനും ഇങ്ങനെ തന്നെ. നമ്മളെ ഫസ്റ്റ് കോക്ടെയിലാണ്. ഞാൻ കോക്ടെയിൽ കുടിക്കണ മാത്രമേ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് ടെൻഷൻ വെച്ച് ഇതിന്റെ അപ്പി കുറെ ഉണ്ടാവുമായിരുന്നു അമ്മയ്ക്ക്. അതിന് നമ്മളെ റൂമിലല്ലേ ഇട്ട് വളർത്തണ. നമ്മളിനി എന്താണെന്നറിയാമോ? റൂം പയ്യ മൃഗശാല പാമ്പിനെയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വരും. പൈത്തൻ തന്നെ കൊണ്ട് പറ്റില്ല. ഇത് അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് സംസാരിക്കുന്നു. ഈ ഒരൊറ്റ പേരിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ അവർ ഗിഫ്റ്റ് തരണേല് ഓക്കെ കുഴപ്പമില്ല എന്ന് സംസാരിക്കുന്നാണ് പറഞ്ഞ. എന്നെ അമ്മ എന്ന് വിളിക്കുവോ? അപ്പു എങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ കുഴപ്പമില്ല. കിട്ടുണ്ണി. അപ്പു അവന് പേര് മാറിപ്പോവേ. അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചാണ്. കിട്ടുണ്ണി. സത്തുമണി. പാപ്പ വേണോടി സത്തുമണി. ഇത് എന്ത് ഇതിന് കളർ പാറ്റേണ പറയണ? ഇവിടെ അത്രയും ഒരു ഫ്ലൂറസൻ ഒരു യെല്ലോ ആണ്, ഒരു ലൈം യെല്ലോ. പിന്നെ ചെവിയുടെ ആ പോർഷൻ, ചെവി ഉണ്ട് ആ പുട്ട അവർക്ക് തന്നല്ലേ? ആ സൈഡിൽ ഓറഞ്ച്, പിന്നെ ഒരു എനിക്കറിഞ്ഞൂടെ വൈറ്റ് ഉണ്ട്, ഒരു ഓഫ് വൈറ്റ് ഉണ്ട്, ബ്ലാക്കും ഒരു മോച്ച ഗ്രേഷ്
ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്തൊരു കളർ. കിറ്റാപ്പൂശി അവൻ എന്നെ കാണുന്ന മനസ്സിലാവായിരിക്കുമോ? കാണണം, മനസ്സിലാവും. കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോഴേ അവർ ഇണങ്ങോളും. ഇപ്പൊ നമ്മളെ പരിചയമില്ലല്ലോ, അതുകൊണ്ടൊക്കെ ഉള്ള പേടിയും ഇവിടെ എവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ. കാരണം ഒരുപാട് പേരുമായിട്ട് കിടന്നതല്ലേ, അപ്പം ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുകൂടി കൂട്ടിന്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് അഖിലാണ് ഗിഫ്റ്റ് ചെയ്തത്. അഖിലെ താങ്ക് യു സോ മച്ച്. എനിക്കിത് കുറച്ച് അത്ഭുതമാണ്, കാരണം ഞാൻ കിളികളുമായിട്ട് എനിക്ക് അങ്ങനെ സമ്പർക്കമില്ല. പണ്ട് നമുക്കൊരു മോനപ്പം മയിൽ വരുമായിരുന്നു, അത് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. ഇന്നും വന്നു ഇവിടെ ഒരു മയിൽ, അല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കിളികളുമായിട്ട്. ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവരും കൂടെ ഇവിടെ പോയി, മറ്റേ ശംഖുവത്തല്ലേ ഇങ്ങനെ കിളികൾ, അപ്പൊ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കും. എനിക്ക് അതേ പേടിയാണ്. എനിക്കിപ്പോ ഉച്ചയിലൊക്കെ വന്നിരുന്ന് നപ്പിട്ടിട്ട് പോയി. കൊള്ളാല്ലേ? എന്തിനു വേറെന്ത് ചെയ്യണം അവന്? ഇതൊന്നിലും ഫുഡ് ഒന്നിലും വെള്ളമോ? ഇവന് വേറെന്തൊക്കെ കൊടുക്കണം? ഫ്രൂട്ട്സ് കൊടുക്കാം. പേരക്കാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പേരക്കാണോ ഇഷ്ടം? ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് എൻ്റെ ഇന്നലെ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നത്, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം പെറ്റ് വേൾഡ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്തു നിന്നൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടണത്. സത്യം എന്താ പറയുക, ഇപ്പം ഞാൻ അപ്പു എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച്, എടി ഇങ്ങനെ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാം, എനിക്ക് ഓൾറെഡി ഗിഫ്റ്റൊക്കെ തന്നതിന് ശേഷം അന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇരുന്നത് കോക്ടെയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേടാ. ഞാൻ പറഞ്ഞു എടി നിനക്ക് താല്പര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഇറക്കമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും, പിന്നെ എനിക്ക് എപ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അപ്പം നോക്കാനൊന്നും സീനാവുന്നു. അപ്പം അപ്പു പറഞ്ഞ് എടി അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പം എനിക്ക് മനസ്സിലായി എന്നെക്കാളും താല്പര്യം അപ്പൂനാണെന്ന്. അപ്പം പിന്നെ ഇതിപ്പം അപ്പൂൻ്റെ തലയിൽ, ഓരോരുത്തരുടെ തലയിലാണേ. പോളും എൻ്റെ തലയിലാണ്. പോൾ എന്ത് കാണിച്ചാലും എൻ്റെ അമ്മ എന്നെയാണ് ചീത്ത വിളിക്കുന്നത്. പോൾ വരുമ്പോഴത്തേക്കും ആരെങ്കിലും മണ്ടേ കയറുമ്പോൾ മീൻസ് ഇങ്ങനെ അഴിച്ചു വിട്ടുകയാണെങ്കിൽ കൊറിയർ ഇടാൻ വന്നാലും പിടിക്കും ഞാനിരുന്ന് വേട്ട. അതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് സീനാണ് പോളെ. അബി വന്നേ, നമുക്ക് വേറൊരു കൊറിയർ വന്നു. അബി അമ്മയ്ക്ക് സർപ്രൈസ് ആയിരുന്നു. നീ അറിഞ്ഞ സർപ്രൈസിന്റെ കാര്യമൊക്കെ? ഓ ആ ഇതായിരുന്നു എന്താ കോക്ടെയില് എങ്ങനെയുണ്ട്? അതാണ് സ്പൈക്ക്. നിങ്ങളൊക്കെ ഇത് വെച്ച് പൊക്കി വെക്കൂലേ അതാണക്ക്. സോ അങ്ങനെ ഗൈസ്, നമ്മള് കിട്ടുണ്ണിയെ കാണിച്ചിട്ടാണ് ഞാൻ പോയത്, പേരൊക്കെ ഇട്ടിട്ട്. അതിനുശേഷം അബി ഒരു പനിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. പനിയൊക്കെ കൊണ്ടുവന്നിട്ട് പനിയൊക്കെ ആയിട്ട് പനിയൊന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പീരിയഡ്സായി പിന്നെ എനിക്ക് ഒട്ടും വയ്യാതായി. അങ്ങനെ നമ്മൾ എഗെയിൻ ബാക്ക് ടു അന്നേക്കാണ്. ഇപ്പൊ സൗണ്ട് കേട്ടാ, സൗണ്ട് കേട്ടാ, ഇത് നിങ്ങൾ കിങ്ങിണിന്ന് കിട്ടുണ്ണീരെ മാത്രം സൗണ്ട് അല്ല. എന്നിട്ട് എൻ്റെ അപ്പു പറഞ്ഞ് ഒരാൾ ഒറ്റയ്ക്ക് എത്ര നേരം ചെവരി നോക്കിയിരിക്കും, നമ്മളെ നോക്കിയിരിക്കും, ആകാശം നോക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെയും കൂടെ കൊണ്ടുവന്ന് ഒരു പെൺകിളിയും കൂടെ. അപ്പൊ ഫൈനലി ഇതാ കണ്ട 2 പേരുണ്ട്. കിങ്ങിണിന്ന് കിട്ടുണ്ണിയും കിറുങ്ങാമണി എന്നൊക്കെ അയാൾ പറയണ അയാളെ മക്കളാണത്. അപ്പൊ പിന്നെ എൻ്റെ കൂടെ മക്കളാവുമല്ലോ. പക്ഷെ ഞാൻ ഒരു ബേർഡ് ലവറെ അല്ല, കാരണം ഇനി എങ്ങാനും ആവുമെങ്കിലേ ഉള്ളൂ. കാരണം ഞാൻ ഇതുവരെ നിങ്ങൾ കണ്ടില്ല നമ്മളെ ചാനലിൽ ഇന്നേ വരെ അങ്ങനെ കിളികളോ ആയിട്ടുള്ളൊരു സമ്പർക്കം ഉണ്ടായിട്ടില്ല. ഒരു മയിൽ വരും, മയിലുമായിട്ട് പേരൊക്കെ ഇട്ട് അതിന് ആഹാരം കൊടുക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട കിങ്ങിണി എങ്ങോട്ട് നോക്കിയാണ് അപ്പോട്ട് വിളിച്ചാണ് ഗൈസ്. ഇതാണ് കിങ്ങിണി. ഇതിപ്പോ എവിടെ നിന്ന് വന്നെന്ന് വിചാരിച്ചു ഞങ്ങൾ അച്ഛൻ പ്രസവിച്ചെന്നൊക്കെ വിചാരിക്കല്ല. അച്ഛൻ അങ്ങനത്തെ ഒരാളെയല്ല. ഇവിടെ ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ്. 2 പേരാണ്ടോ ഉണ്ടാകുന്ന പറയാനായിട്ട് ഞാൻ കണ്ടില്ല. ഒരെണ്ണത്തിനാണ്ട് നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ അത് മരിച്ചുപോയി. എന്തരം മഴയത്ത് കിടന്നിട്ടാ എനിക്ക് അറിഞ്ഞൂടാ, അത് മരിച്ചുപോയി. അപ്പൊ ഞങ്ങൾക്കിപ്പോ എവള് മാത്രമേ ഉള്ളൂ. എവളെ കണ്ടപ്പോ അമ്മ 2 ദിവസം കൊണ്ട് ഇവിടെ പറയണുണ്ടായിരുന്നു, നല്ലതടി കാണുമ്പോ ഭയങ്കരമാണ്, കോഴിക്കൊണ്ട് വരണം. അപ്പൊ അമ്മ ഇവിടെ നിന്ന് ഇവർക്ക് കൊടുക്കണ ഫുഡുണ്ട്, ഡോഗ് ഫുഡും ക്യാറ്റ് ഫുഡും, അപ്പൊ അതൊക്കെ ഡോഗ് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ നല്ല മഴ ഇവിടെ മഴയായിട്ട് ഞാൻ കാണിച്ചുതരാം. ഞാൻ എന്താ ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ മഴയായപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എൻ്റെ മൈൻഡിൽ വെച്ചാൽ അയ്യോ ഇതിന് കയറി കിടക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ ഇവിടെയൊന്നും. കാരണം എല്ലാ വീട്ടിലും ഗേറ്റൊക്കെ ഉള്ളതാണ്, അപ്പം അങ്ങനെ കയറി കിടക്കാൻ പറ്റൂല. അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ നിൽക്കണം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ കണ്ണിൽ, ആരെങ്കിലും എത്തി കൊടയും കൊണ്ടുവരും, മഴ നനയുന്ന രക്ഷപ്പെടുത്തും, നമുക്കൊരു ഹോപ്പ് വരില്ലേ. അതാണ് ഹോപ്പോടെ ഓടി നിൽക്കണം. അപ്പം എനിക്ക് ആ ഹോപ്പ് കളയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അപ്പം തന്നെ ഇവിടെ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി അവിടെ പോയി തല്ലിയടിച്ച് ചറുക്കിയടിച്ച് എന്നെ വീണ്. കാരണം അവിടെ ഒരു കല്ല് കിടക്കിയിരുന്നു,
ഗ്രിപ്പില്ലാത്ത ചെരുപ്പായിരുന്നു. അവിടെ തല്ലി വീണ് എൻ്റെ എല്ലാം ഇടിച്ച് കലങ്ങി എൻ്റെ കാലൊക്കെ മുറിഞ്ഞ്. യെസ്, എൻ്റെ കാലൊക്കെ മുറിഞ്ഞ്. നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നിട്ട് പൊന്നെയും മക്കളെന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഓടിക്കൊണ്ട് വന്നതാ. ഇപ്പം എന്താ ഇവിടെ ഉണ്ട്. നമ്മൾ പുള്ളിക്കാരി ക്വാറന്റൈനിലായിരുന്നു, വേറെ ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ എടുക്കണില്ല, അഡോപ്ഷൻ അല്ലെങ്കിൽ സ്ട്രീറ്റിൽ കിടക്കണില്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പം നമ്മൾ വിളിച്ചാൽ ഡോക്ടറിനെ വിളിച്ച്, അന്ന് തന്നെ ഡോക്ടറിനെ വിളിച്ച് ഞാൻ ഉപ്പും കൂടെ കുടിപ്പിച്ച് ഡോക്ടറിനെ വിളിച്ച് റാബിസിനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എല്ലാമൊക്കെ എടുത്തിട്ട് ഇപ്പം എന്താ പേര് കിങ്ങിണി. കിളിയിലേക്ക് നോക്കി കണ്ട, ഇതാണ് അക്രമം. അവനിന്ന് ഭയങ്കര അക്രമം. നാക്കിൽ നല്ല നീളമുള്ള കുട്ടിയാണ്, എന്നെ പോലെ. എൻ്റെ അമ്മ പറയുകയാണത്. കാരണം അവർക്ക് നല്ല നാക്കിൽ നീളമുണ്ട്. അപ്പം എന്നെയും പോലെ കഴുത്തിന് ചുറ്റി വയ്ക്കുമെന്നാണ് എൻ്റെ അമ്മ ഇവിടെ പറയണത്. ഇപ്പം നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ വിളിക്കും. ഇവിടെ അല്ലേ വയ്ക്കണം, നൈറ്റ് എടുത്ത് അകത്ത് വയ്ക്കും, പകൽ ഇവിടെ വെച്ചേക്കും. കഴിച്ചേക്കണ്ട്. ഇത് കോക്ടെയിലാണ്. ആ കൊക്കറ്റെയിൽ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ് പ്രൊനൗൺസ് ആണ് എങ്ങനെയാണ്, കാരണം ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ. ഇത് അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ അമ്മ എന്ന് വിളിക്കും, എൻ്റെ പേര് വിളിക്കും, എന്നോട് സംസാരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് പറ, അതൊക്കെ സമയം എടുക്കും. ഇത് കണ്ട, ഇത് ഇവർക്ക് പ്രസവിക്കാനൊക്കെ വേണ്ടിയിട്ട് അതോ ലോക്കൊക്കെ പിന്നെയൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടേക്കാണ്. അയ്യോ അത് ഇളവും കേട്ടാ പൂട്ടാ. അങ്ങനെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചേണേ. അപ്പം കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇങ്ങനത്തുള്ള സാധനമൊക്കെ ആമസോണിൽ. ഞാൻ ആമസോണിൽ എല്ലാം കിട്ടുമല്ല, വേറെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഊഞ്ഞാല് എന്തൊക്കെയുണ്ട് ഇവർക്ക്. സോ അപ്പം അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതാണ് നമ്മളെ വീട്ടിലെ പുതിയ അതിഥികൾ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴയാണ്. നമ്മൾ തുണി ഉണക്കണണ്ട, നമ്മൾ ഇതിലാണ് തുണി ഉണക്കണത്. കാരണം പെരുമഴ. അപ്പൊ ഞങ്ങൾക്ക് 2 എണ്ണേ ഉള്ളൂ. ഒന്ന് മേലത്തെ ജീവിക്കുന്ന ആൾക്കാർക്ക്, ഒന്ന് താഴെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇപ്പം ഞാൻ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്തേ. കാരണം ഇത് ഞങ്ങൾ പാലുകാച്ച സമയത്തിന് വാങ്ങിച്ചാണ്. ഞങ്ങൾ അന്ന് ഇതുവരെ ചീത്താവേ തുരുമ്പിക്ക് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. കാരണം നമുക്ക് ഇങ്ങനെ ബാൽക്കണിയിൽ വെച്ചിട്ട് ഇത് ഉണക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് കൊറിയർ വരണേയാണ്, പാട്ടൊക്കെ ഇട്ടാണ് കൊറിയർ എന്നാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു.